A man having a lot of women is not the same as a woman having a lot of men. So once ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി കൂടെ പറന്ന ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ it's not that hard to be pretty and keep your legs closed. കൊല്ലം കൊടുക്കും മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. Men don't have rights. Believing men are superior to women. Now, ഇത് നിങ്ങൾ കേൾക്കണമെന്നൊരു കൂട്ടർ ആഗ്രഹിച്ച ചില വാക്കുകൾ, അവരുടെ പ്രസ്താവനകൾ, ഇനി കേൾക്കാൻ അധികം ഇമ്പമില്ലാത്ത എന്നാൽ നിങ്ങൾ അറിയേണ്ട ചില വസ്തുതകൾ. 1. വ്യക്തി സ്വാതന്ത്ര്യം. ഒരു പുരുഷൻ എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്ത് വസ്ത്രം ധരിക്കണമെന്നും എപ്പോൾ പുറത്തു പോകണമെന്നും ആരുടെയൊപ്പം പോകണമെന്നുമുള്ള ഒരു സ്വാതന്ത്ര്യം. അത് ഞാൻ ചെയ്യുമ്പോൾ കേമവും എന്നാൽ ഒരു സ്ത്രീ ചെയ്യുമ്പോൾ അശ്ലീലവുമായി നിങ്ങൾക്ക് മാറുന്നുണ്ടെങ്കിൽ അതിലെ ഇരട്ടത്താപ്പ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ സ്വയം തിരിച്ചറിയണം. ആരും ആരുടെയും വസ്തുവകകളല്ല. ഒന്ന് സ്നേഹിച്ചു പോയി എന്നതിൻ്റെ പേരിൽ മണിച്ചിത്രത്തായിട്ട് പൂട്ടി സൂക്ഷിക്കാൻ ഉള്ളില് നാഗവല്ലിയുമല്ല. നിങ്ങളോടൊരാൾ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ അത് വേണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടും സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ നിങ്ങൾ തുറന്നു പറയുന്ന ഇഷ്ടം കേൾക്കുന്ന ഓരോ സ്ത്രീക്കും പുരുഷനും അതിന് തക്കതായ ഉത്തരം നൽകാൻ അവകാശമുണ്ടെന്ന് സ്വയം തിരിച്ചറിയുക. ആ ഉത്തരങ്ങൾ എന്തു തന്നെയാണെങ്കിലും പക്വതയോടെ കേട്ടംഗീകരിച്ച് മുൻപോട്ട് പോകുന്നിടത്താണ് നിങ്ങൾ സ്വയം മച്ചൂറായി മാറുന്നത്. 2. ലഹരിയുടെ അതിപ്രസരം. ഒരു 15 വയസ്സ് തൊട്ടങ്ങോട്ട് വലത്തോട്ടെന്ന് പറഞ്ഞാൽ ഇടത്തേക്ക് പോകാനുള്ള ഒരു ത്വര അത് തികച്ചും സ്വാഭാവികമാണ്. ആ രക്തത്തിളപ്പിനിടയിൽ തന്നെക്കാളും ഒന്നല്ല ഒരു 10 ഓണമുണ്ടവരാണെങ്കിലും അവർ പറയുന്നത് അംഗീകരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ആ പ്രായത്തിൽ ഒരു കാലനെ പോലെ പല കുട്ടികളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് മദ്യവും സിഗരറ്റും മറ്റ് ലഹരി വസ്തുക്കളും. ജീവിതം നൽകുന്ന ലഹരി തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ കൂടെയുള്ളവരുടെ പിയർ പ്രഷറിന്റെ പേരിൽ പലതും തുടങ്ങിവെക്കാൻ എളുപ്പമാണെങ്കിലും നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ തുടങ്ങിവെച്ചതിനെക്കുറിച്ച് ഓർത്തുള്ള കുറ്റബോധം അത് മാത്രമാകും നിങ്ങൾക്കുണ്ടാവുക. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ മോശക്കാരാണെന്നല്ല ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. അത് തികച്ചും വ്യക്തിപരമായ ഒരു തീരുമാനം മാത്രമാണ്. പക്ഷേ ഈ തീരുമാനങ്ങൾ മൂലം നശിക്കുന്ന ചിലതുണ്ട്. അതിൽ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ആരോഗ്യം, സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, ജീവിത നിലവാരം എന്നിങ്ങനെ പലതും ഉൾപ്പെടും. അതുകൊണ്ട് സിനിമയിലും റീൽസിലുമൊക്കെ കാണുന്ന പുകമറയല്ല ജീവിതം എന്ന് തിരിച്ചറിയുക. ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്. അത് നശിക്കുമ്പോഴേ അതിൻ്റെ വില നമ്മൾ തിരിച്ചറിയൂ. 3. വേദനകൾക്കുത്തരം വെറുപ്പല്ല. ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് നടുവിൽ ഉത്തരം മുട്ടുമ്പോൾ എല്ലാത്തിനെയും കൊട്ടിയടച്ച് സ്വയം ആശ്വസിപ്പിക്കാൻ പലരും കൂട്ടുപിടിക്കുന്ന ഒന്നാണ് വെറുപ്പ്. അത് പലതരത്തിലുമാകാം. എൻ്റെ വിശ്വാസങ്ങൾക്കെതിരെ നിൽക്കുന്നവരോടുള്ള വെറുപ്പ്, മറ്റ് ഭാഷകൾ സംസാരിക്കുന്നവരോടുള്ള വെറുപ്പ്, നിറത്തിലും ജാതിയിലുമുള്ള വെറുപ്പ്, ജനിച്ചു വീഴുന്ന നാടിനെ പേറിയുള്ള വെറുപ്പ്. ഞാൻ ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ ഗതി പിടിക്കാത്തത് മേൽപ്പറഞ്ഞവരുടെ കൂട്ടത്തിൽ പലരും കാരണമാണെന്നും അല്ലെങ്കിൽ അവരിലൊരുവനെ പിടിച്ച് ചെറുതാക്കി പ്രതിഷ്ഠിച്ചാലേ ഞാനെന്ന വ്യക്തിക്ക് പ്രഭാവം കിട്ടൂ എന്നും കരുതുന്ന ഒരു സമൂഹം അതെന്നും സ്വയം ജീർണിക്കുക മാത്രമേ ചെയ്യൂ. ഒരു പ്രണയം തകർന്നാൽ എതിർലിംഗത്തിലെ സകലരും മോശമാണെന്നും ഒരു തീവ്രവാദി ആക്രമണം നടന്നാൽ ഒരു മതം മുഴുവൻ തീവ്രവാദികളാണെന്നും ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ഒരു തെറ്റ് ചെയ്താൽ അയാളുടെ ജന്മനാടും രാജ്യവും മുഴുവൻ അത്തരക്കാരാണെന്നും പറഞ്ഞും പഠിപ്പിച്ചും വളർന്ന ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം, ഒരു വ്യക്തിയുടെയോ ഒരു കൂട്ടം മനുഷ്യരുടെയോ തീരുമാനങ്ങളുടെ പുറത്ത് ഒരു ജനതയെ കല്ലെറിയരുതെന്ന്. 4. മനുഷ്യത്വം. പണത്തിന് മുകളിൽ പരുതും പറക്കില്ലെന്ന് പഠിപ്പിച്ചൊരു നാട്ടിലിരുന്ന് മനുഷ്യത്വമാണ് ഏറ്റവും മൂല്യമുള്ളത് എന്ന് പറയുന്നതിൽ ഒരു വിരോധാഭാസം തോന്നുമെങ്കിലും യാഥാർത്ഥ്യം അതാണ്. ലോകം മുഴുവൻ നേടിയാലും തന്നിലെ മനുഷ്യനെ മറന്നാൽ ജീവിതത്തിന് പിന്നെന്തർത്ഥം സുഹൃത്തെ? നിങ്ങളുടെ ഒരു പുഞ്ചിരിയിൽ ഒരു ദിനം തന്നെ പ്രശോഭിക്കുന്ന എത്രയോ മനുഷ്യരെ നിങ്ങൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്നു. ഒരു കൈത്താങ്ങിൽ ജീവിതം തന്നെ മാറി മറിയാൻ കേൾപ്പുള്ള എത്രയോ മനുഷ്യരെ നിങ്ങൾ ഓരോ ദിവസവും കണ്ടില്ലെന്ന് നടിച്ച് മുൻപോട്ട് നടന്നു പോകുന്നു. ലോകം കാണാനായി ക്യാമറയും തുറന്നു പിടിച്ച് ചിലരൊക്കെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കപ്പുറം എൻ്റെ നന്മകളും ചെയ്തികളും ലോകത്തെ ബോധിപ്പിക്കാനല്ല എന്ന തിരിച്ചറിവില് നമ്മുടെ വലത് കൈ ചെയ്യുന്ന നന്മ ഇടത് കൈ അറിയാതിരിക്കട്ടെ. പിടിച്ചടക്കുന്നതിലും തകർത്തെറിയുന്നതിലും അപ്പുറം തുറന്നു വിടുന്നതിലും വളർത്തുന്നതിലുമാണ് മൂല്യം. 5. ആരാണ് യഥാർത്ഥത്തിൽ ശരി? അഭിപ്രായങ്ങളും നിലപാടുകളും എന്നും ഇടതല്ലെങ്കിൽ വലത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന, എൻ്റെ മതം, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ നാടിനിങ്ങനെ ഞാനുമായി ബന്ധപ്പെടുത്തി എന്തു തന്നെയാണെങ്കിലും അതിനെ താങ്ങേണ്ടത് ജന്മാവകാശമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. കേവലം ആശയങ്ങൾ കൊണ്ട് മാത്രം മറുഭാഗത്ത് നിൽക്കുന്നത് ആരാണെങ്കിലും അവർ എൻ്റെ ശത്രുക്കളാണ് എന്ന് മുദ്രകുത്തി സ്വന്തം ചെവി മൂടിക്കെട്ടി ഒരു റേഡിയോ ആയി മാറുന്നതാണ് ജനാധിപത്യമെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഇന്നത്തെ ഇതേ സമൂഹത്തിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ മത നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടുണ്ട്.
അവരൊക്കെ പണിതുയർത്താൻ ശ്രമിക്കുന്ന മതിലുകൾക്കപ്പുറം പരസ്പരം ചർച്ചകൾ ചെയ്യാനും വിലയിരുത്താനും വളരാനും അനുവദിക്കുന്ന ഒരു മനസ്സും എന്റെ ശരികൾ എന്ന പിടിവാശിക്കപ്പുറം മനുഷ്യനും പ്രകൃതിക്കും നാളെ ഗുണമുണ്ടാകുമെന്നുള്ള ഉറച്ച ബോധ്യമുള്ള കാഴ്ചപ്പാടുകളുമായിരിക്കണം എന്നെയും നിങ്ങളെയും നയിക്കേണ്ടത്. ആരും എനിക്കും നിങ്ങൾക്കും താഴെയല്ല, ആരും നമ്മുടെ മുകളിലുമല്ല. മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യരാണ് എല്ലാവരും. നിറത്തിന്റെയോ ജാതിയുടെയോ ലിംഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഉടയോൻ ചമയാൻ യോഗ്യതയുണ്ടെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പിഴുതെറിയണം അവരെ. എല്ലാവരും മനുഷ്യരാണ്. നിന്നെയും എന്നെയും പോലെ തന്നെ സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, സന്തോഷം കൊതിക്കുന്ന, വേണ്ടപ്പെട്ടവർ ജീവിച്ചു കാണാൻ ആശിക്കുന്ന സാധാരണ മനുഷ്യർ. കേവലം അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വെറുപ്പിനെ കൂട്ടുപിടിച്ച് നിന്നിലെ ധാർമ്മികതയും മനുഷ്യത്വത്തെയും ഇല്ലാതാക്കരുത്. നമ്മിലെ മനുഷ്യത്വമാകണം നമ്മുടെ ശരികൾ. ആ വെളിച്ചമാകണം ഇരുട്ടിലും നമ്മെ നയിക്കേണ്ടത്.